നമ്മളൊരു പഴയ പാട്ട് പാടാറുണ്ട്. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച ദൈവമേ, ഒരു പിന്മഴ നൽകണം, മാലിന്യം മാറണം, നിഞ്ചനം ഉണർന്ന് വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച ദൈവമേ, ഒരു പിന്മഴ എനിക്ക് നൽകുക, എന്നിലെ മാലിന്യങ്ങൾ മാറേണ്ടതിന്. ഇത് രക്ഷിക്കപ്പെട്ടവൻ പാടേണ്ടതല്ല. ശ്രദ്ധിച്ച്, ഇത് രക്ഷിക്കപ്പെട്ടവൻ പാടേണ്ടതല്ല. ഈ വരി പാടേണ്ടത് ആത്മാവിൽ നിറയാത്തവനാണ് പാടേണ്ടത്. ആത്മാവിൽ നിറഞ്ഞവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇനി ഒരു മഴ നിനക്ക് വേണ്ടി തരുമെന്നല്ല, ഇനി ഒരു അഭിഷേകം നിനക്ക് വേണ്ടി തരുമെന്നല്ല, ഇനി ഒരു സാന്നിധ്യം നിന്നെ നിറയ്ക്കുമെന്നല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഇനി നീ നിറയുകയല്ല, നീ ഒരിക്കൽ നിറഞ്ഞതാണ്. നീ ഒരിക്കൽ പരിസരം പോലും നോക്കാതെ ആരാധിച്ചവനാണ്. നീ ഒരിക്കൽ ആത്മാവിൽ ജ്വലിച്ചതാണ്. ഇനി ഒരു നിറവിന്റെ ആവശ്യം നിനക്കില്ല. ഇനി ദൈവം ആഗ്രഹിക്കുന്നത് നിന്നിൽ നിറഞ്ഞ പരിശുദ്ധ ആത്മാവ് നിന്നിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യണം, നിന്നിൽ നിന്ന് ഒഴുകണം. നിന്നിൽ നിന്ന് ഒഴുകുമ്പോൾ മാലിന്യങ്ങൾ നീ മുഖാന്തരം തുടച്ചു മാറ്റപ്പെടും. ഒരു പിന്മഴയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കണ്ട. ഒരു പിന്മഴയ്ക്ക് വേണ്ടി ദൈവമൈതലേ നീ കാത്തിരിക്കണ്ട. മാലിന്യം മാറാൻ ഒരു പിന്മഴയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കണ്ട. ഓൾറെഡി നിന്നിലൊന്ന് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് നിന്നിൽ നിന്ന് ഒഴുകുമ്പോൾ അകത്ത് പ്രാപിച്ച ദൈവകൃപ അണ പൊട്ടി ഒഴുകട്ടെ. ചില ബണ്ടിലുകൾ തകർത്ത് ഒഴുകട്ടെ, ചില പരിധി പൊളിച്ച് ഒഴുകട്ടെ. നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ, നീ അനേകർക്ക് വിടുതലായി മാറാൻ, നിന്നിൽ പകർന്ന അഭിഷേക നിന്നിൽ തങ്ങി നിൽപ്പാനല്ല, നീ ഒഴുകുക. നീ രാജ്യങ്ങളിലേക്ക് ഒഴുകുക, നീ പട്ടണങ്ങളിലേക്ക് ഒഴുകുക. നീ ഒരു അനുഗ്രഹമായി. പാട്ടുകാരൻ പറയുവാണ്, നിന്റെ ജനമുണ്ടല്ലോ, നിന്റെ ജനം ഇന്നലകളിൽ നിറഞ്ഞവൻ, അവൻ ഉണർന്ന് വേല ചെയ്യണം, മാലിന്യം മാറണം, അതുകൊണ്ടൊരു പിന്മഴ നൽകണമെന്ന്. ഒരിക്കൽ നമ്മൾ നിറഞ്ഞവരല്ലേ, ഒരിക്കൽ നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞവരല്ലേ, ഒരിക്കൽ നമ്മൾ ആത്മാവിനാൽ പുതുക്കപ്പെട്ടവരല്ലേ. നമ്മൾ എന്തിനാണ് ഇനി ഒരു പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? മാളിക മുറിക്കകത്ത് 120 ആത്മാവിനാൽ നിറയപ്പെട്ടു. വീണ്ടും അവർ ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല. വീണ്ടും ഒരു ഹോളി സ്പിരിറ്റുമായുള്ള എൻകൗണ്ടറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല. ഒരിക്കൽ അവർ ദൈവ സാന്നിധ്യവുമായി കണ്ടുമുട്ടി. ഒരിക്കൽ മാളിക മുറിക്ക് തീ പോലെ അവർ ഒരു ദൈവ സാന്നിധ്യവുമായി കണ്ടുമുട്ടി. അന്നവർ നിറഞ്ഞവർ വീണ്ടും ഒരു മഴയ്ക്ക് വേണ്ടി, വീണ്ടും ഒരു ആത്മാവിന്റെ മഴ പെയ്യണമേ, ആത്മാവിന്റെ മഴ തരണമേ, ഇങ്ങനെ യാചിച്ച് നടന്നില്ല. ആത്മാവ് ഒരിക്കൽ അകത്ത് നിറഞ്ഞപ്പോൾ അവനിൽ നിന്ന് ഈ നദി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ പത്രോസ് ഇറങ്ങി നടന്നപ്പോഴാണ് അവനിൽ നിന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് കയറിയത്. അങ്ങനെ നിറവോടെ നടന്നപ്പോഴാണ് പട്ടണങ്ങൾ ഇളകി മറിഞ്ഞത്. അങ്ങനെ നടന്നപ്പോഴാണ് നിലത്തട്ടി രോഗി സൗഖ്യമായി മാറിയത്. ദൈവ പൈതലേ, നീ ഉണരുക, നീ ആത്മാവിൽ കത്തുക, നീ ആത്മാവിൽ പ്രയോജനപ്പെടുക. ഇനി ഒരു മഴ നിനക്ക് വേണ്ടി ഇല്ല. ഇനി നിന്നിൽ നിറഞ്ഞ ആത്മനദി നിന്നിൽ നിന്ന് പുറത്തേക്ക് അനേകരുടെ മാലിന്യം തുടയ്ക്കാൻ, അനേകരുടെ പാപക്കറ തുടയ്ക്കാൻ നീ ഒരു നദി പോലെ ഒഴുകുക. അനേക വേലക്കാർ എഴുന്നേൽക്കാം, കൊയ്ത്തിന് വേണ്ടി അനേകരെ ഒരുക്കാം. നീ ഒരു ആത്മാവിന്റെ തീയായി കത്തുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനിയൊരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. ഇനിയൊരു ദൈവിക എൻകൗണ്ടറിന് വേണ്ടി കാത്തു നിൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. അങ്ങനെയുള്ളവർ ഇതിനകത്ത് വരും. അപ്പോൾ അവർ പാടട്ടെ, കർത്താവേ ഒരു പിന്മഴ എന്നിലേക്ക് നൽകുക,
എൻ്റെ മാലിന്യം മാറണം. ആമൻ. മാളിക മുറിക്കകത്ത് നിറഞ്ഞതുപോലെ എന്നെയും നിറയ്ക്കണം. പക്ഷെ രക്ഷിക്കപ്പെട്ട് ആത്മാവിൽ ആരാധിച്ച ദൈവമക്കളെ, ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, ഇനി നമുക്ക് വേണ്ടി ഒരു പിന്മഴയില്ല. ഓൾറെഡി നമ്മൾ ആ മഴ പെയ്തു കഴിഞ്ഞു. നമ്മുടെ അകത്തൊരുവൻ ഇരിക്കുന്നു. ഓ, പൗലോസ് പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ നമ്മുടെ അകത്തിരിക്കുന്നു. അർത്ഥം, നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കുന്നു. ദൈവ പൈതലേ, നീ ആത്മാവിൽ ശടകുടഞ്ഞെഴുന്നേറ്റാൽ പൊട്ടാത്ത കയറുകളില്ല. നീ ആത്മാവിൽ ശടകുടഞ്ഞെഴുന്നേറ്റാൽ തകരാത്ത വൻമതിലുകളില്ല. നീ ആത്മാവിൽ ശടകുടഞ്ഞെഴുന്നേറ്റാൽ തകരാത്ത പിശാചിന്റെ പദ്ധതികളില്ല. ഇന്ന് പകൽ ഗെറ്റ് റെഡി. നീ ആത്മാവിൽ ഉണർന്നാൽ, നീ ആത്മാവിൽ കത്താൻ തുടങ്ങിയാൽ, നീ ആത്മാവിൽ ഒരു നദി പോലെ ഒഴുകാൻ തുടങ്ങിയാൽ, നീ അറിയാതെ നിന്റെ മുൻപിൽ വേദികൾ തുറക്കും. നീ അറിയാതെ രാജ്യങ്ങൾ നിനക്ക് വേണ്ടി നീ കാത്തിരിക്കുമെന്നല്ല, നിനക്ക് വേണ്ടി രാജ്യങ്ങൾ കാത്തിരിക്കും. കാര്യം, നിന്നിൽ നിന്നൊരു നദി, നിന്നിൽ നിന്നൊരു ആത്മനദി, നിന്നിൽ നിന്നൊരു ആത്മീയ തീ. ഓ, ഇന്ന് പകലത് കത്തട്ടെ, ഇന്ന് പകലത് കത്തട്ടെ, ഇന്ന് പകലത് കത്തട്ടെ. ആത്മാവിന്റെ തീ പിടിക്കട്ടെ, ആത്മാവിന്റെ തീ പിടിക്കട്ടെ. Fire of the Holy Ghost, fire of the Holy Ghost. ആത്മാവിന്റെ തീ പിടിക്കട്ടെ, ആത്മാവിന്റെ തീ പിടിക്കട്ടെ, ആത്മാവിന്റെ തീ പിടിക്കട്ടെ. യെസ്, യെസ്. കരമടിച്ച് 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 receive the mighty anointing, receive the mighty anointing. പരിധി പൊട്ടി നീ പുറത്തു വാ, പരിധി പൊട്ടി നീ പുറത്തു വാ. ദൈവം നിന്നെ വിളിച്ചത് ഒതുങ്ങാനല്ല, പരിധി പൊട്ടി. യെസ്, യെസ്, യെസ്. അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബൗണ്ടറികൾ പൊളിയട്ടെ, ബൗണ്ടറികൾ പൊളിയട്ടെ, ബൗണ്ടറികൾ പൊളിയട്ടെ. Satala baba 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 baya, la baba 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 baba, hatala baba baba baya, lipriantara masiantara pravaniya, raka baba baba baba. ആ നദി ഒഴുകി തുടങ്ങട്ടെ, ആ നദി ഒഴുകി തുടങ്ങട്ടെ, ആ തീ ആളി കത്തട്ടെ. ഇന്ന് വരെ വെളിപ്പാട് കാണാത്തത് വെളിപ്പാട് കൊണ്ട് ദൈവം നിന്നെ മൂടാൻ പോകുകയാണ്. ഇന്ന് വരെ പ്രവചിക്കാത്ത നിന്റെ നാവിൽ ഇതാ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാനുള്ള അധികാരം ദൈവം കൈമാറുകയാണ്. ഇന്ന് വരെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് പലത് കാണാൻ കഴിയാത്ത നീ, അമ്മയുടെ ഉദരം മുതൽ ഗർഭത്തിൽ ഉദരം മുതൽ മുടന്തനായിരുന്ന പിശാചിന്റെ കെട്ടിനെ അഴിപ്പാൻ പത്രോസിന് ദൈവം ഉപയോഗിച്ചതുപോലെ ആ കണ്ണുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ആ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നീ തൊടുന്നത്, നീ തൊടുന്നത്, നീ തൊടുന്നത്, നീ തൊടുന്നത് അത്ഭുതമായി മാറും. നിന്നെ കാണുന്നവർ അത്ഭുതമായി മാറും. ഓ റാപാസന്തലബായ, ഇതാ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം, ഇതാ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. Power, 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 power of the Holy Ghost, power of the Holy Ghost. ആ തീ 7 മടങ്ങായി കത്തട്ടെ. റബബബബബബബബബബബ Rika baba 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 baya Ramtolo mo santeri andara la prakata la baba baba ya Ramtolo mosi antara baya Eliyawe നീ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങാനല്ല ദൈവം വിളിച്ച്. അതെ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ലടാ. ഏതൊക്കെ വെല്ലുവിളികളുടെ നടുവിൽ നീ അല്പം തളർന്നു പോയല്ലേ, നീ അല്പം ഭയപ്പെട്ടു പോയല്ലേ, മരിച്ചാൽ മതി എന്ന് കൊതിച്ചല്ലേ. എടാ ഏലിയാവേ, നീ ഇവിടെ കിടന്ന് ചാകത്തില്ലടാ. കാര്യം, നിന്നിൽ കൂടെ പുറത്തു വരേണ്ട ഒരു എലീശ, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ആരേലും ഉണ്ടോ? ഇന്ന് മകൾ ആത്മാവ് നിന്നെ കത്തിക്കുകയാണ്, ആത്മാവ് നിന്നെ കത്തിക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ പറയാറുണ്ട്, കർത്താവ് ഞാൻ ഒഴിഞ്ഞ പാത്രമായി വന്നു, എന്നെ നിറഞ്ഞ പാത്രമായി വിടണം. എവിടാ കൊണ്ടുപോയി, എവിടാ ഒഴിയാൻ കാരണമായി മാറിയേ, എങ്ങനെയാ ഒഴിഞ്ഞു പോയേ? കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് നിറഞ്ഞതല്ലേ, പിന്നെ എപ്പോഴാ ഇത് ഒഴിഞ്ഞത്? ഒരു ദൈവ പൈതലിനെ കുറിച്ച് ഞാൻ പറയാം. ദേ, ഈ ഗ്ലാസ്സിലേക്ക് നിങ്ങൾ നോക്ക്.
ഇതിൻ്റെ വക്കോളം ഞാൻ വെള്ളം നിറച്ചാൽ വീണ്ടും ഇതിലേക്ക് വെള്ളം പകരാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു പക്ഷേ വെള്ളം പകർന്നാൽ ഈ വെള്ളം ഈ ഗ്ലാസ്സിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പോകും. ഇത് പുറത്തേക്ക് പോകും. അവൻ ഇതിൽ മറ്റൊന്ന് നിറയാതിരിക്കണമെങ്കിൽ ഈ ഗ്ലാസ് എപ്പോഴും വക്കോളം നിറഞ്ഞിരിക്കണം. ദൈവ പൈതലേ, ഞാൻ പറയുന്നു, നിന്നിൽ ഒരു നിറവെപ്പോഴുണ്ടാകുന്നുവോ, നിന്നിൽ ഒരു നിറവെപ്പോഴുണ്ടാകുമോ, അപ്പോൾ മാത്രമേ പിശാചിന് മറ്റൊന്ന് നിന്നിൽ വിതയ്ക്കാതിരിക്കാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ അവൻ വിതച്ചാലും ഇത് നിന്നിൽ തങ്ങി നിൽക്കത്തില്ല. ഇത് ഒഴുക്കിക്കളയുന്ന വെള്ളമാണ്. അവന്റെ ചരക്കുകൾ നിന്നിൽ ഇരിക്കത്തില്ല. നീ ആത്മാവിൽ നിറഞ്ഞിരുന്നാൽ, നീ 24 മണിക്കൂറും ദൈവാത്മാവിൽ നിറഞ്ഞിരുന്നാൽ, നീ ദൈവ സാന്നിധ്യത്തിൽ നടന്നാൽ മറ്റൊന്നിന് നിന്നിൽ നിറയാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ നിറയ്ക്കാൻ കഴിയത്തില്ല. പിശാചിന്റെ ചരക്കുകൾ നിന്നിൽ കിടക്കത്തില്ല. കാര്യം ആത്മനദി അതിനെ തുടച്ചു പുറത്തു കൊണ്ടുപോകും. ഈ പകൽ ഞാൻ പറയുന്നു, ആത്മാവിൽ നിറയുക, വാക്കോളം നിറയുക. നീ നിറഞ്ഞു ഒഴുകുക. നീ ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറേണ്ടതിന് നീ ആത്മാവിൽ നിറഞ്ഞ് ഒഴുകുന്നവനാകുക. ആത്മസാന്നിധ്യത്താൽ നിറയട്ടെ, ആത്മസാന്നിധ്യത്താൽ നിറയട്ടെ. ആരൊക്കെയോ വിളിച്ചാൽ നീ പോകരുത്. ആരൊക്കെയോ ക്ഷണിച്ചാൽ നീ അവിടെ പോകരുത്. നീ അവിടെ നോക്കാൻ നിൽക്കരുത്. നീ അവനോട് കൈ കൊടുക്കരുത്. നീ അവനോട് കൂടെ നടക്കരുത്. നിന്റെ വാഗ്ദത്തത്തെ നശിപ്പിക്കുന്ന, നിന്റെ ദർശനത്തെ നശിപ്പിക്കുന്ന ദൈവം നിനക്ക് തന്ന ശുശ്രൂഷയെ വലിച്ചു പുറത്തേക്ക് എറിയുന്ന ഒന്നിലും കൈ കൊടുക്കരുത്. ദൈവ പൈതലേ, നീ നിറയുക. നീ ആത്മാവിൽ നിറയുക. നീ ആത്മാവിൽ ഒഴുകുക. നീ ഉയരാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കർത്താവിനോട് പറയുക, കർത്താവേ, എന്നെ നിറയ്ക്കുക, എന്റെ തലമുറയെ നിറയ്ക്കുക, എന്റെ ഭർത്താവിനെ നിറയ്ക്കുക. മറ്റൊന്ന് അവനിൽ ഇരിക്കാത്തതുപോലെ, പിശാചിന് സ്വാധീനം ചെലുത്താൻ കഴിയാത്തതുപോലെ ആത്മാവിന്റെ നദി നിറയട്ടെ. നീ നിറഞ്ഞു ഒഴുകട്ടെ. വിശുദ്ധിയുടെ ആത്മാവ് ചലിക്കട്ടെ. വിശുദ്ധിയുടെ ആത്മാവ് ചലിക്കട്ടെ. വിശുദ്ധിയുടെ ആത്മാവ് ചലിക്കട്ടെ. ചിലതിനോട് നോ പറയാ, ചിലതിനോട് വേണ്ടെന്ന് പറയാ, ചിലതിനോട് ഗുഡ് ബൈ പറയാൻ. Oh dapa satala paya la tala paya ram tala paya urama sian tala paya rakababa shantala baba paya lam toro mosi andere prabaniya പരിശുദ്ധ ആത്മാവിന്റെ കാവിഞ്ഞൊഴുക്ക്. ഈ 2026 ഇതുവരെ ലോകം കാണാത്ത ചില മുഖങ്ങളെ ദൈവം കാണിക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ആ ദൂത് വീണ്ടും കൈമാറുകയാണ്. ഏതോ കാട്ടിലിട്ട് ദൈവം വളർത്തിയ ചിലതിനെ നാട്ടിൽ കൊണ്ടുവരാൻ ദൈവത്തിന് ടൈമായിരിക്കുന്നു. ഇതുവരെ ആരും കാണാത്ത ചെറുപ്പക്കാരെ ഇനി നിങ്ങൾ അവരുടെ പുതിയ മുഖങ്ങൾ ഈ ലോകം കാണാൻ പോകുന്നു. ഇന്ന് വരെ അങ്ങ് കോട്ടയത്തും തിരുവല്ലായിൽ, അങ്ങ് അമേരിക്കയിൽ, ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള ദൈവദാസന്മാരുടെ പേരല്ലേ നിങ്ങൾക്കറിയാവോ? ഇതുവരെ കാണാത്ത ചില പുതിയ മുഖങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഇന്ന് പകൽ എത്ര മാതാപിതാക്കൾ പറയും, കർത്താവേ, അതിലൊന്ന് എൻ്റെ തലമുറയായിരിക്കട്ടെ, അതിലൊന്ന് എൻ്റെ തലമുറയായിരിക്കട്ടെ. അവനും കൂടെ കത്തട്ടെ, അവനും കൂടെ ഉണർവിന്റെ ഭാഗമാകട്ടെ, അവളും കൂടെ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അവൻ കാത്തിരുന്ന ഉണർവിന്റെ സീസൺ വരാൻ പോകുകയാണ്. കാത്തിരുന്ന ഉണർവിന്റെ കാറ്റടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാ പുതിയ മുഖങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇതാ പുതിയ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കും. അവർ ഏതൊക്കെയോ ഉപദേശം പറഞ്ഞ് മുമ്പിലേക്ക് പോകുന്നവരല്ല. അവർ സ്വർഗത്തെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കുക. അവർ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചതുപോലെ അതേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവരാജ്യത്തെ ഭൂമിയിൽ തുറന്നു കാണിക്കാൻ വിളിക്കപ്പെട്ടൊരു തലമുറ അവർ എഴുന്നേൽക്കാൻ പോകുന്നു.
അങ്ങനെയുള്ള കാലഘട്ടം വരാൻ പോകുന്നു. അങ്ങനെയുള്ള കാലഘട്ടം വരാൻ പോകുന്നു. നമ്മൾ ചിന്തിച്ചവരിൽ നിന്നല്ല ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ചിന്തിച്ചവരിൽ നിന്നല്ല ദൈവം തന്റെ പദ്ധതികൾ പുറത്തെടുക്കുന്നത്. ഇതാ പുതിയൊരു ജനറേഷൻ, ആരും കാണാതെ കാട്ടിൽ കിടക്കുന്ന എന്നെയും കൂടെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ ചില ദാവീദുമാരെ ദൈവം പുറത്തെടുക്കുന്നു. ഇതാ ഞാൻ മറ്റൊരു വെളിപ്പാട് കാണുന്നു. ചില ദൈവനാമത്തിന് വിരോധമായിരിക്കുന്ന ശൗലിനെ ദൈവം പൊക്കി പൗലോസാക്കി മാറ്റി ദൈവ രാജ്യത്തിന് ഉണർവിന് മുൻപന്തിയിൽ നിർത്താൻ. ഏതോ പാരമ്പര്യ ക്രിസ്ത്യാനിയിൽ നിന്നല്ല അത് വരാൻ പോകുന്നത്. ഏതോ പാരമ്പര്യ പറയുന്നവന്റെ വീട്ടിൽ നിന്നല്ല അവരെ ദൈവം പൊക്കിയെടുക്കുന്നത്. ഓ, ഈ ദൈവ രാജ്യത്തിന് വിരോധമായി നിൽക്കുന്ന, ദൈവ രാജ്യത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന, ദൈവനാമത്തിന് വിപരീതമായി സംസാരിക്കുന്നവന് ദൈവം ഉണർവിന് വേണ്ടി മുൻപിൽ കൊണ്ടുവരും. എനിക്കറിയില്ല, അതിനകത്ത് ഹിന്ദു ഉണ്ടായിരിക്കും, അതിനകത്ത് മുസ്ലിം ഉണ്ടായിരിക്കും, അതിനകത്ത് പല ജാതിയിലുണ്ടായിരിക്കും. ഞാൻ പറയുന്നു, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ദൈവ രാജ്യത്തിന് വേണ്ടി മുൻപന്തിയിൽ ദൈവം ഇതാ ശൗലുമാരെ പൊക്കാൻ പോകുകയാണ്. അവനെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരു പൗലോസാക്കുന്ന ഒരു സീസൺ